അന്നൊക്കെ ആണെങ്കിൽ ഞങ്ങളുണ്ടല്ലോ കളിക്കാൻ പോകുമ്പോഴൊക്കെ ഈ പാടത്തും ഒക്കെ ഈ തൊടിയിലൊക്കെ ഭയങ്കര ചൂടല്ലേ. പാത്രങ്ങളില് ഈ കലത്തില് മൺകലത്തില് ചിന്നുവാണെങ്കിൽ ചിരട്ടയിൽ പോലും കൊണ്ട് വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കുമായിരുന്നു. മക്കളെ ചൂടല്ലേ. എല്ലാം ഈ പാടങ്ങളൊക്കെ ഈ കുളങ്ങളൊക്കെ വറ്റി വരളുമല്ലോ. അപ്പൊ ഈ പക്ഷികൾക്കൊന്നും വെള്ളമൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പൊ നമ്മുടെ അപ്പൂപ്പൻ പറഞ്ഞതനുസരിച്ച് ഇങ്ങനെ ചെയ്യുമായിരുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കണം. അല്ല ഇപ്പോഴും ആൾക്കാർ ടെറസിലൊക്കെ വെക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ കാണും. ഇതൊരു ചൂടാണ്. ചൂട് കൂടി കൂടി വരെയല്ലേ. തന്നെ മോരൊക്കെ കലക്കി കുടിക്കണം ഈ സമയത്ത്. തണ്ണിമത്തനൊക്കെ കഴിയും. ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കുളിക്കണം. എന്തുണ്ട് വീട്ടിൽ പോയിട്ട് വിശേഷമൊക്കെ? ഓ എന്ത് വിശേഷം. അമ്മയ്ക്ക് ഒടുക്കത്തെ പരാതി. കൊറേ നാളായില്ലേ ഞാൻ അങ്ങോട്ടൊക്കെ പോയിട്ട്. നമ്മുടെ ജോലി തിരക്കൊക്കെ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അത് വീട്ടിലിരിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും മനസ്സിലാവില്ലെന്ന്. നമ്മുടെ തിരക്കും കാര്യം അവർ ചുമ്മാ ഒന്ന് പറഞ്ഞാൽ പറ്റും. കംപ്ലൈന്റ് വീട്ടിൽ ഇരിക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവർക്കൊരു പണിയില്ലെന്ന് എന്തോന്ന് പറയണത്. ഓ പിന്നെ വീട്ടിൽ ഇരിക്കുന്നവരങ്ങ് മല മറിക്കുകയല്ലേ. വീട്ടിലിരിക്കുന്നവർക്ക് തന്നെയാണ് മല മറിക്കണ പണിയുള്ളത്. എന്തോന്നിത്? ഓ അതൊക്കെ പോട്ടെ. കുളിച്ച് സുന്ദരിയായിട്ട് അമ്പലത്തിലൊക്കെ പോയല്ലേ രാവിലെ? ഞാനും അമ്മയെ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി. ഞാൻ തിരിച്ചിങ്ങോട്ട് പുറപ്പെട്ടു. അമ്മ കരച്ചിലോട് കരച്ചിൽ. ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല സ്ഥലം ഇപ്പൊ വന്ന് കേറിയതേ. അല്ല പറഞ്ഞില്ല, കരഞ്ഞ കാര്യം പറഞ്ഞില്ല. അല്ല അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു ഞാനിങ്ങോട്ട് ഇറങ്ങിയപ്പോഴേക്കും. ഇതിനകത്ത് കൊറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. എന്തുണ്ട് എന്റെ അത്? ഇതില് കൊറേ സാധനമുണ്ട്. പക്ഷെ ഒരെണ്ണം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. സ്പെഷ്യൽ ഐറ്റോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതെന്താണ്? അതെന്താന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ഊഹിച്ചു പറയണം. റിങ്കി മോള് പറ. സ്പെഷ്യൽ ആയിട്ട് ഇഷ്ടപ്പെടുന്ന സാധനമാ. മാമ്പഴം. മാമ്പഴം അല്ല. ഇനി രവിയേട്ട പറ. ക്ലൂ എന്ന് വെച്ചാൽ നല്ല നാടൻ ഐറ്റമാണ്. കേരളീയമായിട്ടുള്ള ഒരു സാധനമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കൊച്ചുപിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ ഇഷ്ടമാണ്. പപ്പായ. പപ്പായ രവിയേട്ട പറ. നാടൻ ഐറ്റം പിള്ളേർക്കും വയസ്സായവർക്കും ഒക്കെ ഇഷ്ടം. അതെ, ഈ കെമിക്കലും ഒന്നും കീടനാശിനി ഒന്നും അടിക്കാത്ത നല്ല നാടൻ നേന്ത്രക്കായ. അല്ല. ഇനി മണിക്കുട്ടി പറ. പാത്രത്തിലായിരിക്കുന്നല്ലേ? നല്ല കപ്പ മീനായിരിക്കും. അയ്യേ അതല്ല. ഇനി മാക്കു പറ. മാക്കുവിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. അല്ല മാക്കുവിനും ഭയങ്കര ഇഷ്ടമായിരിക്കും. പെട്ടെന്ന് പറയണ്ട, ആലോചിച്ച് പറഞ്ഞാ മതി. നന്നായിട്ട് ആലോചിക്കും. കിട്ടിയാ? ഇല്ല. കിട്ടി. ഈ വലിയ പോരട്ടെ. ചക്ക അല്ല, പക്ഷേ ഏകദേശം അടുത്തെത്തി. ചക്കയുടെ അകത്തുള്ള ചക്കക്കുരു ചുട്ടത്. ഞാൻ പറഞ്ഞില്ലേ ഏകദേശം അടുത്തെത്തി. ഇപ്പൊ പിടി കിട്ടി. ചക്കയുടെ അകത്തുള്ള ചക്ക കുഞ്ഞു തോരൻ. അല്ല. അല്ലല്ല അളിയ, ചക്കയാണല്ലോ. ചക്കയ്ക്ക് അകവെത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ചക്കയുടെ ചുള വെച്ചുള്ള ചക്കവരട്ടി. അടിപൊളി ഡിയർ. ചേട്ടന് ചക്ക വരട്ടി ഇഷ്ടമാണെന്ന് ശ്രീകുട്ടിക്ക് എങ്ങനെ അറിയാം? അല്ല അത് പിന്നെ ചക്ക വരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതെ ഇഷ്ടമല്ലേ? എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെ റിങ്കി മോളെ ഒരു സ്പൂൺ എടുത്തോണ്ട് വാ. എടുത്തിട്ട് പെട്ടെന്ന് വാ. വേണ്ട ഇതിനകത്ത് സ്പൂണുണ്ട്. അത് മറന്നുപോയി. എന്റെ അമ്മ ഇതൊക്കെ ഓർത്തു വെക്കും. ഞാൻ ബസ്സിലെങ്ങാനും ഇരുന്ന് കഴിച്ചാലോന്ന് വെച്ചിട്ടാ. കഴിക്കാനുള്ള സാധനം ആദ്യം ആർക്ക് വേണം? ആദ്യം എനിക്ക്. കൊച്ചുകുട്ടിക്ക് എന്നെ കൊടുക്കാം. അതെ. രണ്ടാമതാർക്ക്? അണ്ണന്. ചേട്ടാ കുറച്ചെനിക്ക് ഷുഗറൊക്കെ കൂടും. അടിപൊളി. എനിക്ക് കുറച്ചുകൂടി വേണം.
ഇവിടത്തെ കാരണവരല്ലേ. വേണോ അണ്ണന് വേണോ കുറച്ചുകൂടെ? ഞാൻ ഇച്ചിരി കഴിക്കട്ടെ. അല്ല മണിക്ക് ഇത് വേണ്ട. ഏ? മണി വേണ്ട കഷ്ണങ്ങൾ അയ്യോ മണിക്കുട്ടി ഇങ്ങ്. അങ്ങനെ പറയല്ലേ. അയ്യോ ആഗ്രഹമുള്ളവരൊക്കെ കഴിക്കട്ടെ, ഇഷ്ടമുള്ള കൊതിയുള്ളവരൊക്കെ കഴിക്കട്ടെ. കഴിക്ക് ചെല്ലേ. അങ്ങനെ പറയല്ലേ. കുറച്ചെടുക്ക്. വേണ്ട. അവൾക്ക് വേണ്ടായിരിക്കും. എന്നാ പിന്നെ നമുക്ക് എടുക്കാം. കളയല്ലേ മണി ഭയങ്കര കൊതിയനാണല്ലോ. ചക്ക പണ്ടു തന്നെ എനിക്കിഷ്ടമാണ്. എല്ലാരും കഴിച്ചിട്ട് ആ പാത്രം ഇങ്ങ് തരണേ. എനിക്ക് കാണാം. നല്ല ടേസ്റ്റ്. മണിക്കുട്ടി ശരി ശരി. ഞാൻ പിന്നെ വരാം, എനിക്ക് കുറെ പണിയുണ്ട്. ഇത് അമ്മ ഉണ്ടാക്കിയതാണോ? ആണോ? അയ്യോ ഇത് ഉണ്ടാക്കി ഉണ്ടാക്കി വീട്ടിലെ ഗ്യാസ് തീർന്നു. വേണോ കുറച്ചുകൂടെ? ഇവിടെ ആ മതി. ഇതാ ജോജുമാരി വെച്ചേ. എത്ര നാളെ ഇങ്ങനെയുള്ള സാധനങ്ങൾ തിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് ഹോട്ടലിൽ നിന്ന് ഓൺ ചെയ്ത് ഓൺലൈനിൽ കൂടെ വരുത്തി തിന്നുന്നില്ല. ചക്കയൊക്കെ കിട്ടിയാ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ നീ. ചക്ക ഉണ്ട്. അതെ ഞങ്ങളുടെ ഓഫീസിലെ സുമലതയുടെ വീട്ടിൽ ചക്ക ഉണ്ട്. ആ സുമലയുടെ വീട്ടിൽ ചക്ക കാണും. അതെയോ? അപ്പൊ ഇതും പറഞ്ഞോണ്ട് സുമലയുടെ വീട്ടിലൊരു പോകാനൊരു ഇത് അവിടെ ആയല്ലോ. പോണ്ടളിയാ, വിളിച്ചു പറഞ്ഞാൽ മതി, അവള് കൊടുത്തോളും. അല്ല എന്നാലും അത് ശരിയായ കാര്യമല്ലേ. ഇത്ര ഒരു ചക്ക നമ്മളൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ വീട്ടിൽ പോയി വാങ്ങിക്കും. എന്തിന്? അല്ലെങ്കിൽ അവള് ബാങ്കിൽ വരുമ്പോ കൊണ്ടുവരാൻ പറഞ്ഞാലേ വരും, കൊണ്ടുവരും. കൊള്ളാല്ലേ, നല്ല ടേസ്റ്റ്. മതി മതി. ഇതാ കൊതിച്ചാണ് അവള്. പിന്നെ ഞാൻ പോയിട്ട് വട്ടെ, മണിയാ നോക്കട്ടെ. അണ്ണന് ഞാൻ വേറെ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ കാണിച്ചു തരാം. ഇതിനകത്തുണ്ട്, അവരോട് പറയണ്ട കേട്ടോ, അമ്മ തന്നു വിട്ടതാ. രാത്രിയാകുമ്പോ നമുക്ക് തിന്നാം. അപ്പത്തേക്ക് വളിച്ചു പോവും. ചക്കപ്പുഴുക്ക. ചക്കപ്പുഴുക്കും കടുമാങ്ങയും കൂടെ കഴിക്കാം. ഇച്ചിരി മീൻകറിയും കൂടെ ആയാലോ? കുഴപ്പമില്ല.